ഏറെക്കാലമായി ദുരൂഹമായി തുടരുന്ന ഒരു കേസ് തന്നെയാണ് ജസ്ന തിരോധാനം. എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത്? കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ എന്ത് സംഭവിച്ചു, എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ അജ്ഞത തന്നെയാണ്. അതുവരെയും മറനീക്കി പുറത്തു വന്നിട്ടില്ല. പത്തനംതിട്ടയിലെ മുക്കൂട്ടുതറയിൽ നിന്നുമാണ് 5 കൊല്ലം മുമ്പ് ജസ്ന മറിയ ജെയിംസിനെ കാണാതായത്. എന്നാൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അച്ഛൻ ഉന്നയിച്ച ആരോപണങ്ങളിലെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കൈമാറാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമായിരിക്കുന്നത്. CBI വീണ്ടും ഒരു അന്വേഷണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന ഒരു സംശയമാണ് ഇതിന് പിന്നാലെ ലഭിക്കുന്നത്. ഒപ്പം വളരെ പ്രസക്തമായ ചില വിവരങ്ങൾ കൂടി ജസ്നയുടെ പിതാവ് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. കാരണം പ്രധാനമായും ജസ്ന ഗർഭിണിയായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതോടൊപ്പം ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഒരാൺ സുഹൃത്താണെന്ന രീതിയിലുള്ള സംശയങ്ങളും കൂടുതൽ ബലപ്പെടുന്നു. ഏറെ വിവാദമായ ജസ്ന കേസിൽ പുനരന്വേഷണത്തിന് CBI അങ്ങനെ തയ്യാറാണെന്ന് സമ്മതവും അറിയിച്ചിരിക്കുന്നു. കേസിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറാനായി ജസ്നയുടെ പിതാവ് തയ്യാറായാൽ അതിന്മേലൊരു അന്വേഷണം നടത്താൻ തങ്ങൾ സജ്ജമാണെന്നും CBI വ്യക്തമാക്കിയിട്ടുണ്ട്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിലപാട് CBI വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് മെയ് 3-ാം തീയതി വീണ്ടും പരിഗണിക്കുമെന്ന് തന്നെയായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാകുന്നത്. കേസിന്റെ എല്ലാ വശങ്ങളും നേരത്തെ പരിശോധിച്ചതാണ്. പുതിയ തെളിവുകൾ കുടുംബത്തിന് കിട്ടിയെങ്കിൽ അത് സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കാൻ CBI അഭിഭാഷകൻ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. വിഷയത്തിൽ വിശദമായ വാദം കേട്ട് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റിവെച്ചതായിരുന്നു. കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBIയും കോടതിയെ അറിയിച്ചത്. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതേ ദിവസം രേഖകൾ ഹാജരാക്കുമ്പോൾ എന്തു വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്ന് നിർദ്ദേശിച്ചത്. ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മരിച്ചോ, ജീവിച്ചിരിപ്പുണ്ടോ, മറ്റു രാജ്യത്തേക്ക് കടത്തപ്പെട്ടോ എന്നതിനൊന്നും തന്നെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ CBI നേരത്തെ കോടതിയെ തന്നെ സമീപിച്ചത്. പുതിയ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണം പുനരാരംഭിക്കാൻ അതൊരു കരുത്താകും. ഇല്ല എങ്കിൽ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. ഇതിനെതിരെയാണ് ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചത്. CBI സംഘത്തിന് വേണമെങ്കിൽ തെളിവുകൾ നൽകാനായി കഴിയും. ആ തെളിവുകൾ അനുസരിച്ചുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ തവണ വാദം ഉന്നയിച്ചത്. ചില പ്രധാന കാര്യങ്ങൾ CBI അന്വേഷിച്ചിട്ടില്ലെന്നും കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും ജെയിംസിന്റെ വാദം കോടതിയിൽ ഉയർന്നിരുന്നു. മാത്രവുമല്ല, ജസ്ന വീട്ടിൽ നിന്നും പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയ്ക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തെന്നുള്ളത് CBI പരിശോധിച്ചിട്ടില്ല എന്നാണ് പിതാവ് ആരോപിച്ചത്. വീട്ടിൽ നിന്നും പോകുന്നതിന്റെ തലേ ദിവസവും സമാനമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി.